പെൺകുട്ടികൾക്കും ഉണ്ടെന്ന്. എന്തോന്ന് സ്വാതന്ത്ര്യം, ചൂള പഠിക്കാനുള്ള സ്വാതന്ത്ര്യം. അതെ, ദാ മാഷിനെ പോലുള്ള മൂരാഴ്ചകള് നിത്യം ഇതിങ്ങനെ ഒരു 100 ആവർത്തി വായിച്ചാ മതി, ഒക്കെ ഭേദാവും. എന്തോന്ന് ഭേദാവും? സൂക്കേട്. ദാ ഇങ്ങനെ ഓരോരോ ദുർവിചാരങ്ങൾ തോന്നണില്ലേ മാഷ്ക്ക്, അത് ഭേദാവുന്ന്. കഷ്ടം, മഹാപാപം. പെൺകുട്ടികളെ കണ്ടാൽ ദുർവിചാരോ? എനിക്കോ? എന്റെ കൃഷ്ണ, അമ്പാടിക്കണ്ണ. ദേ എപ്പോ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ. ചുമ്മാതല്ല മാഷ്ക്ക് ആ തിരുമാരിയെ പോലെ എപ്പോഴും ഓരോരോ വേണ്ടാധീനങ്ങൾ തോന്നണേ. അതെ മാഷേ, നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ രാമരാമാന്ന് ജപിച്ച് പഠിക്കണം, എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കൂ. എന്തായാലും ശരി, മേലിൽ നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം ആഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. അല്ലാതെ പുറത്തിറങ്ങി പോലീസിനോടും പട്ടാളത്തിനോടും ഒന്നും വേണ്ട, കേട്ടല്ലോ. ആഹാ, നല്ല ഉപദേശം. അല്ല, നാക്ക് തെളിയുന്നതിന് മുമ്പേ പോലീസ് പുല്ലാണിയെന്ന് വിളിച്ചു പോവാൻ പഠിപ്പിച്ചവര് തന്നെ പറയണം ഇപ്പൊ ഈ നല്ല കാര്യങ്ങള്. നിന്നോട് വാദിച്ച് ജയിക്കണമെങ്കിൽ ഞാൻ ഇനിയും ബനാറസിൽ പോയി രണ്ടാമതൊന്നുകൂടെ നിയമം പഠിച്ചോണ്ട് വരണം. ഇടതുപക്ഷം പുനർചിന്തനം, ആഭ്യന്തരമന്ത്രിക്ക് അവിഹിത താല്പര്യം. ഇതിപ്പോ എല്ലാം കൂടെ ശേഖരൻ ഏതാണ്ട് കൽപ്പിച്ചു കൂട്ടിയ മട്ടുണ്ടല്ലോ. കൽപ്പിച്ചു കൂട്ടിയിട്ടായാലും ഇല്ലേലും ഈയിടെയായിട്ട് ഒരു ഇത്തിരി യെല്ലോ കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ശേഖരജിയുടെ ജാഗ്രതയില്, ഇല്ലേ മാഷേ? വേണ്ട, ഒന്നും മിണ്ടല്ല. കുട്ടി കുട്ടി ഒന്നവിടെ നിന്നേ. ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു ഭഗവാനെ. അല്ല, മാധവേട്ടൻ കുട്ടിയെ? ഇല്ല, മാധവേട്ടൻ കുട്ടി അന്വേഷിച്ചില്ല, ഇപ്പൊ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ. അല്ല, അത് ഞാൻ. അതെ, എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞ് ശീലിക്കലേ കുഞ്ചൂസേ. ഇടയ്ക്കേ എന്തെങ്കിലും ഇത്തിരി ഒന്ന് മാറ്റി പറയണം. അങ്ങോട്ട് മാർക്കേ. അകത്ത് ഏതാണ്ട് ചർച്ച നടക്കുന്ന, അങ്ങോട്ട് പോകാൻ പറ്റുന്ന പറഞ്ഞപ്പോ. ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര പെഗ്ഗായി കാണും ചർച്ച? അത് ഞാൻ കുഞ്ചൂസ് പറഞ്ഞില്ലേ മോളാ, പക്ഷെ ഇടയ്ക്ക് വിളങ്ങ് മറന്നുപോകും ഇതൊരു പത്രം ഓഫീസാന്ന്. അങ്ങനെ ഇപ്പൊ ആരും വെറുതെ കുട്ടിയുടെ പുറത്ത് കുറ്റം ചാരണ്ട. ഇവൾക്ക് ഇത് പത്രം ഓഫീസും അല്ല, വീടുമല്ല. ഇതിങ്ങനെ മുട്ടയെ നീന്തുന്ന പ്രായത്തിലേ പത്രം ഓഫീസിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ ശേഖരൻ. പിന്നെ ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചതും മനസ്സിലാക്കിയതും ഞങ്ങളാ ചില്ലറ തന്നെയാ, അല്ലാണ്ട് കുട്ടിയുടെ ദോഷമല്ല. അല്ലേ മോളെ? ശരിടാ, നേരം വാ. പറഞ്ഞത് ഓർമ്മ വേണം, ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു വേണം തന്റെ ഓരോ നീക്കങ്ങളും. ചെല്ല. ഏയ് വാ. പാവാടയുടെ മണം. എന്തിന്റെ? പാവാട റമ്മിന്റെ മണന്ന്. എന്നിട്ട് എവിടെയായിരുന്നു ഇന്നിന്റെ ചുറ്റിസഞ്ചാരം പകല് മുഴുവൻ? പ്രസ് ക്ലബ്, ലൈബ്രറി, റുട്ടീൻ. പിന്നെ ഈ സാരിയുടെ തലപ്പൊക്കെ ഇങ്ങനെ വാരി പോച്ച് നടക്കുന്ന ഒരു വിശുദ്ധ വനിതയല്ലേച്ചാ, ഒരു മാലാഖ. മാലാഖേ? മാലാഖ. എന്താണ് അവരെ? ഒന്നുമില്ല. എന്നിട്ട് അവരുമായിട്ട് അഭിമുഖം ശരിക്കും എക്സ്പോസിംഗ് വൺ. തുടക്കത്തിന് ഷീ വാസ് നൈസ്, പക്ഷെ ഒടുക്കം ഇപ്പൊ സർക്കാർ ചെലവില് ഇരിക്കാൻ ഒരു സിംഹാസനവും പിന്നെ ചുറ്റിയടിക്കാൻ ചുവന്ന ബോർഡ് വെച്ചൊരു സ്റ്റേറ്റ് കാറും കൂടെ കിട്ടിയപ്പോ അഭയ ടീച്ചർ ശരിക്കും ഒരു സൈലന്റ് വാലി ആയി പോയില്ലേ എന്ന് രണ്ടും കൽപ്പിച്ചൊരു ഒറ്റ ചോദ്യം. മോന്ത നോക്കിയാണ്ട് പറ്റിച്ച് തന്നില്ലാന്നേ ഉള്ളൂ. ബട്ട് ഷീ ത്രൂ മീ ഔട്ട് ലിറ്ററലി. പത്രാധിപരൊന്ന് വന്ന് കാണണായിരുന്നു. മൂക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചുമന്നിട്ട് നല്ല ശരിക്കും വട്ടിളകി അമ്മയ്ക്ക്. സൂക്ഷിച്ചോണം. Indian Airlines announces the arrival of RC434 from Mumbai. കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം. ചേട്ടാ വാങ്ങാൻ ജനങ്ങൾ പത്രം. ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. കൊച്ചി കാലിവാനജലം അപകടപരമോ കൊലപാതകമോ? വാങ്ങാൻ ജനങ്ങൾ പത്രം. Passengers bound to Delhi by IC539 for security check. Thank you. Indian Airlines announces the arrival of RC434 from Mumbai. അയാൾ അതിനിടയിൽ എടോ പന്നാലാൽ എയർപോർട്ട് എത്തി. Passengers
വായിക്കാം ജനങ്ങളുടെ പത്രം ജാഗ്രത ജനങ്ങളുടെ പത്രം വായിക്കാം കൊച്ചി കായൽ യുവാവിന്റെ ജലം കൊച്ചി കായൽ യുവാവിന്റെ ജലം അപകടമരണമോ കൊലപാതകമോ ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം വായിക്കാം ജനങ്ങളുടെ പത്രം ജാഗ്രത വായിക്കാം കൊച്ചി കായൽ യുവാവിന്റെ ജലം കൊച്ചി കായൽ യുവാവിന്റെ ജലം വായിക്കാം കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ആർക്കും വായിക്കാം ജാഗ്രത ജനങ്ങളുടെ പത്രം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് അപകടമരണമോ കൊലപാതകമോ അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് കൊച്ചി കായൽ യുവാവിന്റെ ജലം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് വായിക്കാം ജനങ്ങളുടെ പത്രം ജാഗ്രത വായിക്കാം വായിക്കാം കൊച്ചി കായൽ യുവാവിന്റെ ജലം കൊച്ചി കായൽ യുവാവിന്റെ ജലം വരുന്നു ജാഗ്രത വരുന്നു വായിക്കാം കൊച്ചി കായൽ യുവാവിന്റെ ജലം വാങ്ങണം സാർ ഏതാടാ പത്രം? ജാഗ്രത സാർ കൊച്ചി കായൽ യുവാവിന്റെ ജലം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് അപകടമരണമോ അതോ കൊലപാതകമോ വായിക്കാം അപകടമരണമോ അതോ വേണ്ട സാർ എന്നാടാ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന്. എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ. വിശ്വനാഥൻ. പന്നി നിക്കവിടെ എന്റെ സൈക്കിൾ അയ്യോ പത്രം എന്റെ പത്രം അടിച്ചതിന്റെ എടുത്ത് മാറ്റണം Your attention please. Indian Airlines announces the arrival of flight IC. എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ ഞാൻ ഇതൊന്ന് വാരി എടുത്തോട്ടെ കഷ്ടമുണ്ട് സാറേ ഞാൻ എന്നെ തെറ്റ് കേട്ടാ നിങ്ങൾ എന്നെ പട്ടി വിസ്തരിക്കുന്നോടാ. അവന്റെ അമ്മയുടെ അയ്യോ സാറേ എടുത്ത് മാറ്റണം. സാറേ എന്റെ പത്രം സാറേ 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 വേണ്ട സാറേ അയ്യോ വേണ്ട സാറേ എന്റെ പത്രം സാറേ അവന്റെ ചെലക്കുന്നോടാ. നിന്റെ ഉമ്മാക്ക് ഇടവണ കിടന്ന് മെഴുകാന് എന്റെ ഉമ്മാനും പറഞ്ഞോണ്ടല്ലോ നിന്റെ ഉമ്മാനെ പറഞ്ഞ നീ എന്ത് ചെയ്യണം? ഏതവളാണ് നിന്റെ ഉമ്മ? എഴുന്നേക്കണം. Sir, please stop it. Rascal, ആരാടാ നീ? പറയണം. Officer, please. കൈ എടുക്കണം. ആരാടാ ഇവൻ? പറയണം. ആരാടാ ഇവൻ? ആരാടാ ഇവൻ നിന്റെ? മാറി നിൽക്കണം. പറയണം. ഇവൻ നിന്റെ തന്തയോ അതോ നിന്റെ ഉമ്മയുടെ മറ്റേ? Stop. No. എടോ വഴക്കാലി. Stop it. തോമസ് നിർത്താൻ. Please, please. മിസ്റ്റർ നന്ദനല്ലേ? നന്ദഗോപാൽ. മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി അല്ലേ? എന്ത് തെമ്മാടിത്തരമാണോ നീ കാണിച്ചത്? സാർ ഞാൻ ഈ റാസ്കൽ ഇവിടെ കിടന്നു. 12 മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ്. അതിനിപ്പോഴും തൂത്തൊളിപ്പിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? സാർ ഞാൻ Stupid! Come on, report my office. സാർ ബാക്കിയുള്ളവൻ ഒരുത്തനായിട്ട് അവന്റെ അല്ല, ഓർമ്മ കാണും, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിൽ നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ. അല്ല, ഇതിപ്പോ ഇവിടെ എങ്ങനെ? വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റിൽ. ഞാനങ്ങനെ അറിഞ്ഞതായിരിക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. പരിചയം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേബിച്ചനാ പറഞ്ഞേ, ഗോൺ ടു ചെന്നൈ, വിൽ റിട്ടേൺ ടുഡേ എന്ന്. ബൈ ചാൻസ് ഇപ്പൊ തമ്മിൽ കാണാൻ ചെയ്തു. വാ വന്നാ
ദാ, ഒന്ന് വായിച്ചോളൂ. കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ, പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം, അതായത് 1974. അന്ന് ഞാൻ ബോംബെയിലുണ്ട്, ഒരു മർഡർ കേസിന്റെ ട്രയൽ. അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാന്തരം മുഖപ്രസംഗം, മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക, ഗസ്റ്റ് എഡിറ്റോറിയൽ ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. ഹോ, എന്താ അതിന്റെ ഒരു ഭാഷ, എന്താ ഭാഷയുടെ ഒരു ശക്തി. ദാണ്ടെ കണ്ടില്ലേ, ദേ ചുമ്മാ വെറുതെ ഒന്ന് ഓർക്കുമ്പോഴേ എനിക്കെന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്താ മിസ്റ്റർ നന്ദൻ? ഏയ് ഒന്നുമില്ല. പറയണം, ലെറ്റ്സ് ഷെയർ ദി ജോക്ക്. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മിസ്റ്റർ സഭാപതി, എനിക്കൊരൊറ്റ അച്ഛനെ ഉണ്ടായിരുന്നു.